വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നിയയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നിയയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോ മിശിഹായിൽ ഏറെ അനുഗ്രഹീതരായ ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ അത്ഭുത അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കൃപയായി ഒഴുകേണ്ടതിന് ആത്മാർത്ഥമായ ഒരു നിമിഷം നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഈ വചനത്തിനായി കർത്താവ് എൻ്റെ ഹൃദയം തുറക്കണമേ എന്ന് നമുക്ക് ശാന്തമായി പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ശാന്തമായിരുന്ന് കണ്ണുകളടച്ച് വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവിടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഈ വചന ശുശ്രൂഷയെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. വചനം പ്രഘോഷിക്കുന്ന എളിയദാസനെയും ഇത് കേൾക്കുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ മനസ്സിലുള്ള ഹൃദയവികാര വിചാരങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോരുത്തർക്കും ആവശ്യമായ വചനം അവിടുന്ന് പകരണമേ. അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് അങ്ങ് ഉത്തരം കൊടുക്കണമേ. അങ്ങയുടെ സ്നേഹം കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയുവാൻ, അങ്ങയുടെ ആ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് അവയെ അടുക്കുവാൻ ഈ ശുശ്രൂഷ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറക്കുവാൻ, ഹൃദയം തുറന്ന് വചനം സ്വീകരിച്ച് ജീവിതത്തിൽ പരിവർത്തനം വരുത്തുവാൻ, വചനമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള ശക്തമായൊരു അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷങ്ങളൊക്കെയും ദൈവത്തിനുമുമ്പാകെ നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ധ്യാന വിഷയം വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനമാണ്. വചനം പ്രകാരമാണ്: ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. ഈ ജീവിതത്തിനു വേണ്ടി മാത്രം
ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് എങ്കിൽ നാം മറ്റെല്ലാ മനുഷ്യരെയേക്കാൾ നിർഭാഗ്യരാണ്. അപ്പോൾ ക്രിസ്തുവിനിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, നിത്യജീവന് വേണ്ടി ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നശ്വരമായ ഈ ലോകത്തിനു വേണ്ടി, നശ്വരമായ ക്ഷണികമായ ഈ ജീവിതത്തിന് വേണ്ടി നമുക്ക് യേശുക്രിസ്തുവിനെ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ജീവിക്കുവാൻ വേണ്ടി മാത്രമായിട്ട് യേശുവിനെ നമ്മൾ കർത്താവ് രക്ഷകനുമായിട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കർത്താവായി രക്ഷകനായി നാം സ്വീകരിക്കുന്നത് എന്തിനാ? പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചുവിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ രക്ഷയുടെ അടയാളമാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിനും ഈ ജീവിതത്തിനും വേണ്ടി മാത്രം ഈശോയിൽ പ്രത്യാശ അർപ്പിച്ച് മ്ലാനവദനരായിപ്പോയ 2 ശിഷ്യന്മാരെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൽ എമാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ഉത്ഥാനം ചെയ്ത ദിവസം യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് ഈശോ വെളിപ്പെടുത്തി. മഗ്ദലന മറിയത്തിനും മറ്റ് സ്ത്രീകൾക്കും വെളിപ്പെടുത്തി കൊടുത്തു. ഇതൊന്നും വിശ്വസിക്കാതെ മ്ലാനവദനരായി ദൈവത്തിൻ്റെ പട്ടണമായ ജെറുസലേമിൽ നിന്ന് എമാവുസിലേക്ക് ദൈവത്തിൽ നിന്ന് അകന്ന് ഒരു നിരാശയുടെ ജീവിത വഴിയിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർ. അവരിൽ ഒരാളുടെ പേര് ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട്, ക്ലെയോപ്പാസ് എന്ന ഒരുവൻ. അപ്പം ഇവർ 2 പേരും കൂടെ യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ ജീവിതത്തിൽ വിളങ്ങി നിന്നിരുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും അവർക്ക് യേശുവിലുണ്ടായിരുന്ന വലിയ പ്രത്യാശയെക്കുറിച്ചും ഒക്കെ പങ്കുവെച്ച്, ഇപ്പോൾ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, അതിൻ്റെ ഒരു നിരാശയിൽ അവർ മടങ്ങിപ്പോകുന്നൊരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഈശോ അവരുടെ കൂടെ കൂടി. അവരറിയാതെ, നമ്മൾ പാടാറുണ്ടല്ലോ, നീ അറിയാതെ നിന്നിഴലായി കൂടെ വരും ദൈവം. ഇങ്ങനെ വേദനയുടെ നിരാശയുടെ വഴിയിലേക്ക് പോകുന്ന തൻ്റെ വത്സല ശിഷ്യന്മാർ 2 പേരെയും തേടി ഈശോ വരികയാണ്. ഈശോ അവരുടെ കൂടിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഉടനെ അവർ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയാത്ത വിജാതീയനാണോ നീ? അപരിചിതനാണോ നീ? നീ എവിടെ നിന്ന് വരുന്നു? നീ ഏത് നാട്ടുകാരനാണ്? എന്ന മട്ടിലാണ് ഈശോയോട് അവർ ചോദിക്കുന്നത്. ഈശോ ഒന്നും അറിയാത്തവനെ പോലെ അവരുടെ കൂടെ കൂട്ടിയിട്ട് ചോദിക്കുകയാണ്, ഏത് കാര്യങ്ങൾ? ഉടനെ അവർ പറയാണ്, നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ. അവൻ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ശക്തനായൊരു പ്രവാചകനായിരുന്നു. ഇസ്രായേലിനെ വിമോചിപ്പിക്കാനുള്ളവൻ അവനാണ് എന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും അധികാരികളുമെല്ലാം അവനെ കുരിശിൽ തറച്ചു കൊന്നു. ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം തീർന്നു. അവരുടെ പ്രതീക്ഷ എന്തായിരുന്നു? ഇസ്രായേൽ ജനം റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു. റോമൻ ഗവർണർമാരാണ് അവരെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ ഭീമമായ ടാക്സ് അവരിൽ നിന്ന് പിരിച്ചിരുന്നു. ചുങ്കപ്പിരിവുകാർ തന്നെ അങ്ങനെ ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള റോമൻ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു. ഒരു രക്ഷകനായി ഈശോയെ കണ്ടു എന്ന് പറഞ്ഞാൽ, വചനം നമ്മൾ ധ്യാനിക്കുന്ന വിഷയത്തിൽ പരാമർശിച്ചിരിക്കുന്ന പോലെ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം അവർ യേശുവിനെ കണ്ടു. അങ്ങനെയുള്ളവർ മ്ലാനവദനരായി ജീവിതത്തിൻ്റെ നിരാശയിലേക്ക് പോവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നിരാശയിലേക്ക്, മ്ലാനതയിലേക്ക് നമ്മളും പോകാനുള്ള കാരണം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിനെ നാം ഒതുക്കി നിർത്തുന്നത് കൊണ്ടാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശുവിൽ പ്രത്യാശ അർപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ്. എന്നാൽ അവിടെയാണ് ഈ എമാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായൊരനുഭവം. അത് നമ്മൾ തിരിച്ചറിയണം. ഈശോയുടെ കൂടെ കൂടി ഭോഷന്മാരെ എന്നാണ് അവരുടെ ഹൃദയം മന്ദീഭവിച്ചവരും ഭോഷന്മാരും എന്നാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഹൃദയം മന്ദീഭവിച്ചവരും ഭോഷന്മാരുമായി തീരുന്നത് ഈ ലോക ജീവിതത്തിൽ മാത്രം, അതിൻ്റെ സുഖത്തിന് വേണ്ടി മാത്രം, ഈ ലോക സൗഭാഗ്യത്തിന് വേണ്ടി മാത്രം യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് കൊണ്ടാണ്. ഭോഷന്മാരെ,
ഹൃദയം മന്ദീഭവിച്ചവരെ, യേശു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? യേശു മഹത്വത്തിൻ്റെ രാജാവാണ്, മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടവനാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 13 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു ഭോഷനായ ധനികൻ്റെ ചിത്രമുണ്ട്. ഈ ഉപമ ഈശോ പറയാനുണ്ടായ സാഹചര്യം എന്താണ്? ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. അപ്പോൾ യേശുവിനെ ഒരു ഭാഗോടമ്പടിക്കാരനായിട്ട് ഒരു മനുഷ്യൻ കാണുകയാണ്. കാരണം എല്ലാവരുടെയും മുമ്പിൽ സുസമ്മതനായ ഒരു വ്യക്തിയായിട്ട് യേശുവിനെ കണ്ടപ്പോൾ മിക്കവാറും എൻ്റെ സഹോദരൻ പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് യേശുവെ നീ പറഞ്ഞാൽ അവൻ കേൾക്കും, അതുകൊണ്ട് അവനോടൊന്ന് പറയാം, ഞാനുമായി ആ പിതൃസ്വത്ത് പങ്കുവയ്ക്കാൻ കൽപ്പിക്കണം. ഇത് കേട്ടപ്പോൾ ഈശോ വളരെ ദേഷ്യത്തോടു കൂടി പറയുകയാണ്. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അപ്പം നിങ്ങളുടെ ന്യായാധിപനല്ല ഞാൻ, ഇവിടുത്തെ കാര്യം തീരുമാനിക്കേണ്ട ആളല്ല ഞാൻ, സ്വത്ത് ഭാഗിക്കേണ്ടവനല്ല ഞാൻ. എന്നിട്ടാണ് യേശു ആ ഭോഷനായ ധനികൻ്റെ ഉപമ പറയുന്നത്. അവൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവുകൾ നൽകി. ആ വിളവിൽ മതിമറന്ന് അവൻ പറയുകയാണ്, ഞാൻ പുതിയ അറപ്പുരകളൊക്കെ പണിതും എൻ്റെ ആത്മാവെ അനേക വർഷത്തേക്ക് വേണ്ടതെല്ലാം സംഭരിക്കപ്പെട്ടു കഴിഞ്ഞു, നീ ആനന്ദിക്കുക, തിന്നുക, കുടിക്കുക, ആഹ്ലാദിക്കുക. ഇങ്ങനെയുള്ള ചിന്തയിൽ നിൽക്കുന്ന അവനോട് ദൈവം പറയുകയാണ്, ബോഷ, അതാണ് വീണ്ടും വിളിക്കുക, ബോഷ, ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ ആവശ്യപ്പെട്ടാൽ നീ സംഭരിച്ചു വെച്ചതൊക്കെ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വയ്ക്കുന്നവനെന്ന് യേശു പറയും. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാൻ. അപ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കുന്നത് ദൈവസന്നിധിയിൽ സമ്പന്നരാകാൻ വേണ്ടിയിട്ടാണ്. ദൈവസന്നിധിയിൽ സമ്പന്നരാകാതെ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ നാം ഉപയോഗിക്കുന്നവരായി മാറിയാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കണ്ണ് തുറന്ന് കാണണം, ഹൃദയം തുറന്ന് ചിന്തിക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിന് പറ്റിയ ഒരു വലിയ അപചയം എന്താ? നിത്യജീവനെക്കുറിച്ചോ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചോ കർത്താവിനോടൊത്തുള്ള നവമായ ജീവിതത്തെക്കുറിച്ചോ ചിന്തിക്കാനായിട്ട് നമുക്ക് സമയമില്ല. നമ്മളൊക്കെ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നുണ്ട്. നമ്മളൊക്കെ ദേവാലയങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിക്കാനും നൊവേനകൾ അർപ്പിക്കാനും വചന ശുശ്രൂഷയ്ക്കുമായിട്ടൊക്കെ പോകുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കായി അനേക സ്ഥലങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഇവിടെയൊക്കെ ആത്മാർത്ഥമായി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയെ, ഈ ജീവിതത്തിന് വേണ്ടിയാണോ അതോ സ്വർഗീയ ജീവിതത്തിന് വേണ്ടിയാണോ യേശു ക്രിസ്തുവിൽ നാം പ്രത്യാശ വയ്ക്കുന്നത്? പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തീക്ഷ്ണമായ പ്രാർത്ഥനയും തീക്ഷ്ണമായ നോമ്പും ഉപവാസമൊക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുമുട്ടിയ ഒരു കുടുംബത്തിൻ്റെ ചിത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ദമ്പതിമാരെ വിവാഹം കഴിഞ്ഞ് 2-3 വർഷമായി മക്കളൊന്നുമില്ലാതെ വിഷമിച്ചു, ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. ദൈവം കനിഞ്ഞ് അവർക്ക് ഒരാൺകുഞ്ഞിനെ നൽകി. അപ്പോൾ വിദേശത്ത് ജോലിക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് വിദേശത്ത് പോയി അവിടെ ജോലിക്ക് വേണ്ടിയുള്ള ക്രമീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരുന്ന കോഴ്സ് ഇടയ്ക്ക് വെച്ച് ബ്രേക്കായിപ്പോയി. ഏതായാലും പ്രാർത്ഥിച്ചുണ്ടായ ദൈവത്തിൻ്റെ അനുഗ്രഹമാണല്ലോ എന്ന് കരുതി അവർ വീണ്ടും ആ കൊച്ചിനെ പ്രതി കോഴ്സൊക്കെ നിർത്തി. കൊച്ചിന് ഡെലിവറിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ നാളുകളിൽ ശുശ്രൂഷിക്കാനായിട്ട് ഈ സഹോദരിയുടെ മാതാവിനെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ കൊച്ചിനെയായിട്ട് ഭർത്താവിന് ജോലിയുണ്ട്, ഈ കുഞ്ഞ് അമ്മയുടെ കൂടെ ജീവിക്കുന്നു.
ഇതിനിടയിൽ അവർക്ക് വീണ്ടും ഒരാഗ്രഹം, പഴയ നിർത്തിവെച്ച ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം തുടരുക. അത് തുടരാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വീണ്ടും അമ്മയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ അമ്മ അവിടെ ചെന്നപ്പോൾ ഈ അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കാലാവസ്ഥ പിടിക്കുന്നില്ല. മനസ്സിനും ശരീരത്തിനും എല്ലാം ഭയങ്കരമായ അസ്വസ്ഥതകൾ. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് പോരേണ്ട ഒരവസ്ഥ വന്നു. ഈ അമ്മയ്ക്ക് ഭയങ്കര ദുഃഖം, വിഷമം. ഈ അമ്മ സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അവരൊരു കാലത്ത് ഈ കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി എത്ര തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. കുഞ്ഞിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കുഞ്ഞിനെ നോക്കാൻ പോലും സമയമില്ല. അവരുടെ ചിന്ത മാറി, കുഞ്ഞിൽ നിന്ന് പോലും ചിന്ത മാറി ജോലിയിലേക്കും സാമ്പത്തിക ഭദ്രതയിലേക്കും. ഞാൻ എന്നിട്ട് ചോദിച്ചു, ഈ മകൻ്റെ ജോലി കൊണ്ട് മാന്യമായി ജീവിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്, അതുപോരല്ലോ കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടി കുഞ്ഞിനെ മറന്ന് അമ്മയും കൂടെ ജോലിക്ക് വേണ്ടി പോകാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അമ്മ ഈ സങ്കടപ്പെട്ട് വന്ന അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി വിഷമിക്കേണ്ട, ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണിത്. ഇപ്പോൾ അമ്മച്ചി സുഖമില്ലാതെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ എങ്ങനെ കാര്യം നടക്കുന്നു? അവൾ കോഴ്സ് ബ്രേക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൊച്ചിനെ വേറെ ആരോ നോക്കാമെന്ന് ഏറ്റിരുന്നു, അവരും അസൗകര്യം പറഞ്ഞു എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തേടും. പക്ഷേ നേട്ടം കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും ദൈവത്തെ മറക്കുകയാണ്. 9 വെള്ളിയാഴ്ചകളിൽ അല്ലെങ്കിൽ 9 ചൊവ്വാഴ്ചകളിൽ 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി പോകും. എന്നാൽ കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്ന ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രബോധനത്തെ അനുസരിക്കാൻ നേരമില്ല. അല്ലെങ്കിൽ 8 ആഴ്ചയായി 9 ആഴ്ച പോകാമെന്നാണ് നേർന്നത്. 9 കഴിഞ്ഞാൽ പിന്നെ 10ാമത്തെ ആഴ്ചയിൽ ഇല്ല, പിന്നെ ആ ആളെ കാണാനില്ല. അവിടെ 9 ആഴ്ചത്തേക്ക് വേണ്ടി പോവും, അത് പൂർത്തീകരിക്കും, കാര്യം നേടുക, തീർന്നു. ഇതാണോ നമ്മുടെ വിശ്വാസം? ഇതിനുവേണ്ടിയാണോ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതും കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചതും? ഈശോ പഠിപ്പിച്ചില്ലേ, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. യേശു ക്രിസ്തുവിനെ ഞാനും നിങ്ങളും ആശ്രയിക്കുന്നത് ഈ ജീവിതത്തിന് വേണ്ടിയാണോ? ജോലി കിട്ടാൻ വേണ്ടി, രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടാൻ വേണ്ടി, മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി, വിവാഹ തടസ്സം മാറാൻ വേണ്ടി, കടബാധ്യത മാറാൻ വേണ്ടി, വീട് പണിയാൻ വേണ്ടി? വീട് പണിയുന്ന പണിയാണോ യേശുവിന്? ജോലി മേടിച്ചു തരുന്ന പണിയാണോ യേശുവിന്? തീർച്ചയായിട്ടും ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെട്ടും. അത് കിട്ടിക്കോളും. അതെപ്പോഴാണ് കിട്ടുന്നത്? ദൈവരാജ്യം അന്വേഷിക്കണം. ഈ ലോകത്തിന് വേണ്ടി സമ്പന്നരാകാതെ ദൈവത്തിനു വേണ്ടി നിങ്ങൾ നിക്ഷേപം കരുതി വെക്കണം. ദൈവരാജ്യത്തിൻ്റെ മക്കളായി നിങ്ങൾ മാറണം. ദൈവത്തിൻ്റെ നീതി നിങ്ങൾ അന്വേഷിക്കണം. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണ് എന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അപ്പോൾ ഇന്ന് നമുക്കുണ്ടായിരിക്കുന്ന ഈ അപജയത്തിൽ നിന്ന് നമുക്കൊരു മോചനം വേണ്ടേ? നമ്മുടെ കൺവെൻഷനുകളും നമ്മുടെ ധ്യാനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളുമൊക്കെ ഭൗതികതയിൽ മുങ്ങിപ്പോകാനിടയാകരുത്. ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം മുതൽ ലോകത്തിലേക്ക് ആഞ്ഞടിച്ച സെക്കുലറിസവും മെറ്റീരിയലിസവും മോഡേണിസവും ഒക്കെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെയും തകർക്കുകയാണ്. ആത്മീയത തകർക്കുകയാണ്. നശ്വരതയിൽ മനുഷ്യൻ ഉടക്കി കിടക്കുകയാണ്. പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി, പരീക്ഷക്കാലമാകുമ്പോൾ ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാ സെൻ്ററുകളിലും എന്ത് തിരക്കാണ്. പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല. പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ മക്കളെ വളർത്തുന്നത്. ഒരു വിഷയത്തിന് തോറ്റാൽ ജീവിതം അവസാനിപ്പിക്കുന്ന മക്കളാണ് ഇന്ന് കൂടുതലും. കാരണം എന്താ? ജയിക്കാൻ മാത്രമേ മക്കളെ പഠിപ്പിച്ചിട്ടുള്ളൂ, തോൽക്കാൻ പഠിപ്പിച്ചിട്ടില്ല. യേശു ക്രിസ്തു ലോകത്തിൻ്റെ മുമ്പിൽ തോറ്റവനാണ്. എങ്ങനെയാണ് അവൻ തോറ്റത്? കുരിശിൽ പടഞ്ഞു മരിക്കുമ്പോൾ ലോകം വിചാരിച്ചു അവനെ തോൽപ്പിച്ചുവെന്ന്. അവൻ തോറ്റു കൊടുത്തു. അവൻ തോറ്റത് വിജയത്തിന് വേണ്ടിയിട്ടായിരുന്നു. നമ്മളാരെ തോക്കാൻ തയ്യാറാണ്? എല്ലാവർക്കും വേണ്ടത് വിജയമാണ്, ഭൗതികമായ വിജയമാണ്. ഈ ലോകത്തിലെ തോൽവിയാണ്
ഒരുപക്ഷെ സ്വർഗത്തിലെ നിന്റെ വിജയമെന്ന് നീ തിരിച്ചറിയണം. സ്വർഗീയ മഹത്വത്തിലേക്ക് നീ പ്രവേശിക്കണമെങ്കിൽ യേശു ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന് വചനം ചോദിക്കുമ്പോൾ മഹത്വത്തിലേക്കുള്ള പ്രവേശനം സഹനത്തിലൂടെയാണ് എന്ന് സത്യം തിരിച്ചറിയണം. അത് നമ്മളാരും പഠിപ്പിക്കുന്നില്ല, അതിനുവേണ്ടി നമ്മളാരും തയ്യാറാകുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് അനുവദിച്ചു തരുന്ന ഈ സഹനത്തെ നേരിടേണ്ടതിന് ശക്തിയാർജിക്കേണ്ട അനുഭവമാകണം എൻ്റെ ഓരോ പ്രാർത്ഥനാ കൂട്ടായ്മകളും. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു സഹനവും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. സഹനങ്ങളുണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ശക്തി അവിടുന്ന് എനിക്ക് തരും. എൻ്റെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 10-ാം അധ്യായം 13-ാമത്തെ തിരുലിഖിതം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത പ്രവൃത്തികളിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ അവൻ്റെ ശക്തി ആർജിക്കണം. എന്നിട്ടോ ഈ ലോകത്തിന് അപ്പുറത്തേക്ക് വരുവാനിരിക്കുന്ന സ്വർഗീയ മഹത്വത്തിൻ്റെ രാജ്യത്തിൽ അവനോടുകൂടെ പങ്കാളികളാകാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന്. ഓരോ പരിശുദ്ധ കുർബാനയിലും ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ഈശോ നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ്, ആത്മീയമായി നമ്മളെ കരുപ്പിടിപ്പിക്കാനായിട്ടാണ്, നമ്മുടെ സ്വർഗീയ ജീവിതത്തിന് വേണ്ട ശക്തിയും കൃപയും അഭിഷേകവും പകർന്നു തരാനായിട്ടാണ്. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സ്വർഗരാജ്യത്തിൽ നവമായൊരു ജീവിതത്തിനു വേണ്ടി അതിന് കാരണമാകാനായിട്ടാണ് നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടോ? ആ സ്വർഗീയ ജീവിതത്തിന് എന്നും തയ്യാറായിരിക്കണം. ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ വിളി വന്നാൽ സദാ ജാഗരൂകതയോടെ സന്നദ്ധതയോടെ ഇരിക്കണം. അതിന് യേശുവിനെ നിൻ്റെ കർത്താവും രക്ഷകൻ നാഥനുമായി കൂടെ പിടിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്ന ഈ ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവട്ടെ. ഈ ജീവിതത്തിനു വേണ്ടി മാത്രമല്ല ഞാൻ യേശുവിൽ പ്രത്യാശ അർപ്പിക്കുന്നത്, പിന്നെയോ എനിക്ക് വെളിപ്പെടാനിരിക്കുന്ന എനിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഈശോ എനിക്കായി തയ്യാറാക്കിയിരിക്കുന്ന സ്വർഗീയ മഹത്വത്തിൽ എത്തിച്ചേരേണ്ടതിന് ഞാൻ യേശുവിനെ കൂടെ പിടിക്കുന്നു. ഈ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ യേശുവിനെ ആശ്രയിക്കില്ല, അതെൻ്റെ പിന്നാലെ വന്നോളും. യേശു എൻ്റെ ജീവിതത്തിൽ കർത്താവായി വരുമ്പോൾ, ഞാൻ ദൈവരാജ്യം അന്വേഷിക്കുന്ന വ്യക്തിയാകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടെ വരും. ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും എൻ്റെ പിന്നാലെ വരും കർത്താവിൻ്റെ ഇടയനാകുമ്പോൾ. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു കൃപ നമ്മളിലേക്ക് നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാകാതെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായി സ്വർഗീയ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഐഹിക ജീവിതം സ്വർഗീയ ജീവിതത്തിന് ഉപകരിക്കും വിധമുള്ള ഒരഭിഷേകത്തിൻ്റെതാക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കണ്ണുകളടച്ച് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സർവശക്തനായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നമ്മളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് പെയ്തിറങ്ങുവാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിച്ച വിഷയത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഞാൻ യേശുവിൽ പ്രത്യാശ അർപ്പിക്കുന്നവനാണോ, പ്രത്യാശ അർപ്പിക്കുന്നവളാണോ? എങ്കിൽ തിരുത്താൻ തയ്യാറാവുക. ഈ ലോകത്തിനപ്പുറത്തേക്ക് ഒരു നിത്യജീവനുണ്ട്, സ്വർഗീയ സന്തോഷമുണ്ട്, സൗഭാഗ്യമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി എൻ്റെ കർത്താവേ നിന്നെ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. നീ എനിക്ക് വേണ്ടി ജീവൻ നൽകാൻ, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാനല്ല നീ എന്നോട് ആവശ്യപ്പെട്ടത്, നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാനാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമായ ഈശോയെ
നിത്യജീവന്റെ കവാടം എനിക്ക് തുറന്നു തരുവാൻ വേണ്ടി സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് അങ്ങ് ഇറങ്ങി വന്നെങ്കിൽ കർത്താവേ, അങ്ങേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഒതുക്കി നിർത്താതെ എനിക്ക് വേണ്ടി അങ്ങ് തുറന്നു തന്ന സ്വർഗ കവാടത്തിലൂടെ സ്വർഗീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്ക വിധത്തിൽ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ അഭിഷേകവും എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ തലമുറകളുടെ മേൽ, ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി സ്വരമുയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളത്താൽ ഈ ലോക ജീവിതത്തിലേക്ക് മാത്രം യേശുവിനെ ഒതുക്കി നിർത്തുന്ന സകല പ്രലോഭനങ്ങളെയും പൈശാചിക ചിന്തകളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തിരു രക്തത്താൽ ഈ മക്കൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അവിടുത്തെ തിരു രക്തത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ ആരാധന, ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.